ഇത് സ്വീറ്റ് പൊട്ടറ്റോ ഞങ്ങൾ കടയിൽ നിന്ന് വാങ്ങിയപ്പോൾ കേടുള്ളത് മുറിച്ച് കളഞ്ഞതായിരുന്നേ. അവിടെ കിളർത്ത് വന്നിട്ട് ഉണ്ടായ കിഴങ്ങാണ്. ഇതിൽ ഫൈബർ ധാരാളം അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് പരിസരവയൊക്കെ നല്ലതാണ്. വിറ്റാമിൻ എ, പൊട്ടാസ്യം, മഗ്നീഷ്യം, പിന്നെ മറ്റ് പല വിറ്റാമിൻസും അടങ്ങിയിട്ടുണ്ട്. പ്രഷർ, പ്രമേഹം, കൊളസ്ട്രോൾ ഇവയുള്ളവർക്കൊക്കെ നന്നായിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു കിഴങ്ങ് വർഗ്ഗമാണ്. എല്ലിൻ്റെയും പല്ലിൻ്റെയും വളർച്ചയ്ക്കും ആരോഗ്യത്തിനും നല്ലതാണ്. ഇത് ഞാൻ പുഴുങ്ങിയെടുക്കാനാണ്. നന്നായി കഴുകി വെച്ചിട്ടുണ്ട്. എനിക്കൊക്കെ ഇത് വളരെ ഇഷ്ടമുള്ള ഒരു കിഴങ്ങാണ്. അരി ഭക്ഷണത്തിനെക്കാട്ടും ഇങ്ങനത്തനാണ് എനിക്ക് ഇഷ്ടഭക്ഷണം. ഇങ്ങനത്തനൊക്കെയാണ്. ഇത് കടകളിൽ നിന്നൊന്നും കിട്ടാത്തത്, നല്ലത് കിട്ടുന്നില്ല, അധികം കേടായിരിക്കും. ഇപ്പം ഇത് വെറുതെ തലേൻ്റെ വത്താസിൻ്റെ തല പൊന്തിച്ചപ്പോൾ കിഴങ്ങ് കിട്ടിയതാണ്. ഈ കിഴങ്ങ് ഞാൻ പുഴുങ്ങിയെടുക്കാനുണ്ടല്ലോ, ഒരു പാത്രത്തിൽ ഒരു 1.25 ഗ്ലാസ് വെള്ളം എടുത്തിട്ട് 1 ടീസ്പൂൺ ഉപ്പിട്ടിട്ടുണ്ട് വെള്ളത്തിൽ. ആ വെള്ളം ചൂടാകുമ്പോൾ അതിൽ കിഴങ്ങിട്ട് കൊടുക്കുക, അല്ലാതെ ഇട്ട് കൊടുക്കുക. കിഴങ്ങിട്ടതിന് ശേഷം ഇതൊന്ന് നന്നായിട്ടിങ്ങനെ അനക്കി കൊടുക്കണം. ഉപ്പ് എല്ലാ ഭാഗത്തും ചേർന്ന് കിട്ടാൻ. 1 ഗ്ലാസ് വെള്ളമാണ് ഇതിൻ്റെ പാകം. ഞാൻ 1.25 ഗ്ലാസ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അടച്ച് വേവിച്ചെടുക്കുക. ഇത് തിളച്ചിട്ടുണ്ട്. തുറന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇങ്ങനെ ഒന്ന് നിറച്ച് കൊടുക്കുക. ഉപ്പ് വെള്ളം എല്ലാവരുടെയും ഒരുപോലെ. ഇത് ഉപ്പിട്ടിട്ടില്ലെങ്കിലും നല്ല ടേസ്റ്റാണ്. ഇത് മുമ്പ് സ്കൂളിൽ നിന്നുള്ള സേവനകാര്യത്തിന് ഇത് പുഴുങ്ങിയതും കട്ടൻ കാപ്പിയെല്ലാം ഇഷ്ടം പോലെ കൊടുക്കലുണ്ട്. വൈകിട്ട് സ്കൂളിൽ നിന്നെല്ലാം. ഇത് തിളച്ചതിന് ശേഷം തീ കുറച്ചാണ് വേവിക്കുന്നത്. ഇത് പെട്ടെന്ന് വെന്ത് കിട്ടുന്നതാണ്. നമ്മുടെ മധുരക്കിഴങ്ങ് വെന്തിട്ടുണ്ട് പാകത്തിന്. ഇത് മനസ്സിലാക്കാൻ ഇങ്ങനെ കുത്തി നോക്കിയാൽ മതി. ഇതാണ് ഞങ്ങളുടെ ഇന്നത്തെ 4 മണി പലഹാരത്തിന് വരെ ഉണ്ടാക്കിയ ചായക്കടി.